ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമിലുവിനെ കുറച്ച് നേരമായി പഠിക്കാനിരുത്തിയതാണ്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എഴുതുകയാണോ പടം വരയ്ക്കുകയാണോ എന്നൊന്നും അറിയില്ല. വലിയ ആലോചനയിലും സംസാരത്തിലുമൊക്കെയാണ് ആളുടെ പഠനം. അച്ചിക്കുട്ടൻ മുറിയിലും ഹാളിലും അടുക്കളയിലുമൊക്കെ ആയിട്ട് നടത്തമാണ്. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടത്തം തന്നെയാണ് ആശാന് ശീലം. ആമിലു ഒരു പന്തുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി അത് അവൻ്റെ കയ്യിൽ കൊടുത്ത് അവനെ കൊണ്ട് പിടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന പതിവ്. എങ്ങനെയൊക്കെ നോക്കിയിട്ടും അച്ചു ആ പന്ത് കൈകൊണ്ട് വാങ്ങാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ അരിശം ആമിലുവിനുണ്ട്. അച്ചു നേരെ വന്ന് ഹാളിലെ സെറ്റിയിലിരുന്നു. ആമിലു അവൻ്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ്. അടുത്തത് ഇനിയൊരു റോബോട്ടാണ്. അതുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കേ. അച്ചു ആണെങ്കിലോ ഒന്നും കൈകൊണ്ട് പിടിക്കില്ല എന്നുള്ള വാശിയിലുമാണ്. അരിശം മൂത്തപ്പോൾ അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി നേരെ അടുക്കളയിലേക്ക്. അടുക്കളയിൽ തനൂസ് പാചകത്തിലാണ്. അച്ചൂസിൻ്റെ ഇനിയുള്ള നിൽപ്പ് അടുക്കളയിൽ തന്നെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആളിവിടെ തന്നെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റുന്ന പണിയെല്ലാം അച്ചു ഒപ്പിക്കും. അതിനിടയിൽ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഇന്നത്തെ പാചകം ഒരു തോരനാണ് ഇന്നുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ബീൻസും ക്യാരറ്റും അരിഞ്ഞ് തയ്യാറാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അല്പം ഒഴിക്കുക. അതൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നീട് കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാത്രത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റും ബീൻസും തമ്മിൽ നന്നായിട്ട് മിക്സ് ആകണം. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഉപ്പും കൂടി നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് വേകാനായിട്ട് മൂടി വയ്ക്കാം. അതേസമയം തന്നെ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചില സാധനങ്ങൾ കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. കുറച്ച് തേങ്ങ, പകുതി സവാള, ഒരു പച്ചമുളക്, 1-2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ അല്പം പെരിഞ്ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. ബീൻസും ക്യാരറ്റും ഒന്ന് വാടി വരുമ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുപ്പിലിരിക്കുന്നത് ഒന്ന് മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കുകയും വേണം. സ്റ്റൗവിൻ്റെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് നേരം ഇളക്കിയ ശേഷം വീണ്ടും നമുക്ക് മൂടി കൊണ്ട് അടയ്ക്കാം. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും നമ്മൾ മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കുകയാണ്. സാമാന്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും പാനിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഇനി അല്പനേരം കൂടി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. സംഭവം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവം തന്നെയാണ് ഈ തോരൻ. ബീൻസും ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്തണം. അപ്പോൾ പതിവ് പോലെ ഇന്നത്തേക്ക് വിടാം. ടാറ്റാ ബൈ ബൈ.